ദേവസ്വം ക്ഷേത്രങ്ങളിൽ അടിമുടി പരിഷ്കാരത്തിന് ഒരുങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ബാങ്ക് ഇടപാടുകളും വഴിപാടുകളും കാണിക്ക സമർപ്പണവും പൂർണ്ണമായും ഓൺലൈനാക്കും. ഈ വർഷത്തെ ശബരിമല സീസൺ മുതൽ പദ്ധതി നടപ്പിലാക്കും. ദേവസ്വം ബോർഡ് ഇടപാടുകൾ സുതാര്യമാക്കാനാണ് ഡിജിറ്റൽ പരിപാടി നടപ്പിലാക്കുന്നത് എന്ന് ദേവസ്വം ബോർഡ്. അന്തിമ തീരുമാനം വരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. ക്ഷേത്രങ്ങളെ അഴിമതി മുക്തമാക്കുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത്. കാലഘട്ടത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ ദേവസ്വം ക്ഷേത്രങ്ങളിൽ കൊണ്ടുവരാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായാണ് പൂർണ്ണമായും ഡിജിറ്റലാക്കാൻ തീരുമാനം. ക്ഷേത്രങ്ങളിലെ ബാങ്ക് ഇടപാടുകൾ, കാണിക്ക, വഴിപാട് ബുക്കിംഗ്, മുറികൾ ബുക്ക് ചെയ്യുന്നത് അടക്കം ഓൺലൈനാക്കാനാണ് തീരുമാനം. ദേവസ്വം ഇടപാടുകൾ സുതാര്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. മുറി ബുക്കിംഗ് ആയാലും ശരി, ഹുണ്ടിയിൽ പൈസ കൊടുക്കുന്നതായാലും ശരി, സംഭാവന കൊടുക്കുന്നതായാലും ശരി, വഴിപാട് നേർച്ചയാണെങ്കിലും ശരി, ഒക്കെ തന്നെ നമുക്ക് ഡിജിറ്റലായിട്ട് ചെയ്യാമല്ലോ. ഡിജിറ്റലായി ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ആയല്ലോ. പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ട് മാറണം എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ പൂർണ്ണമായിട്ടും പറ്റില്ലായിരിക്കും, ഒരാൾ കാശ് കൊണ്ടുവന്നാൽ വാങ്ങണ്ടേ. പക്ഷേ അത് ഇറ്റ്സ് എൻ എക്സെപ്ഷൻ. അത് പൂർണ്ണമായിട്ട് ഡിജിറ്റലാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാ കാര്യത്തിലും അവിടെ സാധനങ്ങൾ വാങ്ങുന്നത്, മെറ്റീരിയൽസ് വാങ്ങുന്നത്, ആളുകൾക്ക് ക്യാഷ് കൊടുക്കുന്നത്, പേയ്മെൻറ്റ് കൊടുക്കുന്നത്, എല്ലാം ട്രാൻസാക്ഷൻ ഡിജിറ്റലാണെങ്കിൽ നമുക്ക് സുതാര്യത വരുമല്ലോ. അല്ല, ഇത് പ്രധാനമായിട്ട് ഇതൊക്കെ ഇപ്പോൾ പരീക്ഷിക്കാൻ പോകുന്നത് ശബരിമല തന്നെയാണ്. കാരണം ശബരിമല നമുക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല. അവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു പലയിടത്തേക്കും ഇത് കൊണ്ടുപോകാനും സാധിക്കും. ഈ വരുന്ന ശബരിമല സീസണിൽ പദ്ധതി ആവിഷ്കരിക്കും. തുടർന്ന് മറ്റു ക്ഷേത്രങ്ങളിലേക്കും വ്യാപിപ്പിക്കും. ശബരിമലയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നും ജയകുമാർ പറഞ്ഞു. ഇന്ന് ചേർന്ന പ്രത്യേക ദേവസ്വം ബോർഡ് യോഗത്തിലാണ് തീരുമാനം. യോഗത്തിൽ 17 ബാങ്കുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം അന്തിമ തീരുമാനം വരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉണ്ടാകുമെന്നും ജയകുമാർ പറഞ്ഞു. അതേസമയം തന്ത്രി നിയമനം വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എല്ലാം നടക്കുമെന്നും കെ ജയകുമാർ കൂട്ടിച്ചേർത്തു. ജനം, തിരുവനന്തപുരം.